നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ന്യായവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി അമേരിക്ക മാറുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെ ഈ നടപടിക്കെതിരെ ഇന്ത്യ ഇന്ന് ശക്തമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയിലെ ചില നിയമ നടപടികളെക്കുറിച്ചുള്ള യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവിന്റെ പരാമർശങ്ങളോട് ഞങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്രത്തിൽ രാഷ്ട്രങ്ങൾ മറ്റുള്ളവരുടെ പരമാധികാരത്തെയും ആഭ്യന്തര കാര്യങ്ങളെയും ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സഹജനാധിപത്യ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഈ ഉത്തരവാദിത്വം എന്നും കൂടുതലാണ് എന്നും അല്ലാത്തപക്ഷം അനാരോഗ്യകരമായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും പറഞ്ഞു. കൂടാതെ വസ്തുനിഷ്ഠവും സമയബന്ധിതവുമായ ഫലങ്ങൾക്കായി പ്രതിജ്ഞാബദ്ധമായ ഒരു സ്വതന്ത്ര ജുഡീഷ്യറിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യയുടെ നിയമ നടപടികളെന്നും അതിൽ രാജ്യങ്ങൾ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്നത് ന്യായമല്ല എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു. അതുമാത്രമല്ല, യു.എസ്. നയതന്ത്ര പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തി ശക്തമായ ഭാഷയിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. യു.എസ്. ഓർക്കേണ്ടത് 10 വർഷം മുൻപ് അവർ എന്ത് പറഞ്ഞാലും മിണ്ടാതെ കേൾക്കുന്ന ഒരു ഭരണകൂടം ആയിരുന്നു ഇന്ത്യയിലെങ്കിൽ ഇപ്പോൾ അതല്ല സ്ഥിതി. അതുകൊണ്ട് ഇപ്പോൾ യു.എസിനെതിരെയും ഇന്ത്യൻ ഭരണകൂടം ശക്തമായി പ്രതികരിക്കും. അങ്ങനെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അഭിനന്ദനങ്ങൾ. ജയ് ഹിന്ദ്.